നമസ്കാരം, എല്ലാവർക്കും കട്സ് ഓഫ് ഷെതിയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു സന്തോഷ വാർത്ത കൊണ്ടുവരുന്നു. അതെന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. എല്ലാവരുടെ എനർജി കണക്ട് ആയിട്ടായിരിക്കും വരിക. നിങ്ങൾക്ക് കൂടുതലും നിങ്ങളുടെ എനർജി ആയിട്ട് കണക്ട് ആവാൻ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ റീഡിങ്ങിൽ വരണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റീഡിങ്ങിൽ കേൾക്കുമ്പോൾ അതൊന്ന് ക്ലെയിം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ കൂടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ദ എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദ എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് സമൃദ്ധി, ബഹുമാനം, സ്നേഹം, സന്തോഷം, സംതൃപ്തി എല്ലാം ഈ എംപ്രസ് കാർഡ് എല്ലാ കാര്യങ്ങളും ലൈഫിലെ എല്ലാ പോസിറ്റിവിറ്റിയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ദ എംപ്രസ് കാർഡ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ പോസിറ്റിവിറ്റിയും വരുന്നു എന്നാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഏത് കാര്യമാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. യൂണിവേഴ്സ് അങ്ങനെ ഒരു തെളിവാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോവുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ കാര്യം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും. അതാണ് മജിഷ്യൻ കാർഡ് പറയുന്നത്. അപ്പൊ നമുക്ക് റീഡിങ് കറക്റ്റ് നോക്കാം. ക്വീൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു മിസ്റ്റീരിയസ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഒക്കെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ഒരു ദൃഷ്ടിയോടുകൂടി നോക്കുന്ന വ്യക്തികളുണ്ട്. അതായത് നിങ്ങൾക്ക് ദോഷം വരുന്ന, അതായത് നിങ്ങളുടെ ദോഷത്തിന് കാരണമാകുന്ന വ്യക്തികള് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ട് എങ്കിൽ അവര് ഒഴിഞ്ഞു പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു അവർക്ക് ആ ഒരു കർമ്മ കിട്ടി അവരതിൽ നിന്നിട്ട് ഒഴിഞ്ഞു പോകാനായിട്ട്, നിങ്ങളെ ശത്രുവായി കാണുന്ന ആ ഒരു ദൃഷ്ടിയിൽ നിന്നിട്ട് മാറ്റം വരാനായിട്ട് പോകുന്നു. അവർക്ക് അതിനുള്ള ആ ഒരു കപ്പാസിറ്റി, ആ ഒരു കഴിവൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ട് അവര് കൂടുതൽ കർമ്മ അനുഭവിക്കുമ്പോൾ നിങ്ങളിലേക്കുള്ള ശ്രദ്ധ മാറി അവര് നിങ്ങൾക്ക് ആ ദോഷഘട്ടങ്ങളിൽ നിന്നിട്ടെല്ലാം മോചനം ലഭിക്കാൻ പോകുന്നു എന്നാണ് ആദ്യത്തെ കാർഡിനെ നമുക്ക് സൂചന തരുന്നത്. അപ്പോൾ അങ്ങനെ ദോഷങ്ങളുള്ള വ്യക്തികൾ, അങ്ങനത്തെ മറ്റുള്ളവരെ കൊണ്ട് ഉപദ്രവമുള്ള വ്യക്തികൾക്കൊക്കെ ഇനി സമാധാനമായിട്ട് ഇരിക്കാമെന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ അവരെ കർമ്മ കിട്ടിയിട്ട് അവരതിൽ ഉഴറി അവരുടെ ജീവിതം നല്ലൊരു ലെവലിലേക്ക് പോകും. നല്ലൊരു ആ കർമ്മയുടെ ലെവല് ഒക്കെ മുഴുവൻ അനുഭവിക്കാനുള്ള ഇതിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ അവര് വിട്ടുപിടിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത കാർഡ് ഹെയർഫൻഡ് ആണ് വന്നേക്കുന്നത്. ആ പറയുന്നത് നിങ്ങളിപ്പോൾ വിവാഹമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നല്ല റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ വിവാഹം നടക്കേണ്ട സമയം കഴിഞ്ഞിട്ട് നടക്കാത്ത വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു വിവാഹ ബന്ധമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരു ജീവിതം നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നു എന്നാണ് ഹെയർഫൻഡ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും. അതായത് ഇപ്പോൾ സമുദായം അങ്ങനെയൊക്കെ സമൂഹത്തിലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങളോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ അതൊരു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ ഒക്കെ നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കതെല്ലാം നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ സാമ്പത്തികമായിട്ട് കടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ബാലൻസ് ആയിട്ട് വരാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് വരുമാനവും ഈ കടങ്ങളോ ചെലവുകളോ ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചാരിറ്റി പറയുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും വിജയം, ഏറ്റവും കൂടുതൽ ഒരു കരിയർ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ കരിയറിൽ ഒരു വിജയം ഉണ്ടാകുന്നു. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്തോ ഒരു കരിയറിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കരിയർ നേടുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ അത് വിജയത്തിലെത്തുന്നു, അത് സക്സസ് ആവുന്നു. ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ പുരോഗതി ഉണ്ടാകുന്നു. നിങ്ങളൊരു ചൈത്ര യാത്ര നിങ്ങളുടെ കരിയറിലേക്ക് തുടങ്ങാൻ പോകുന്നു എന്നാണ് ഇത് ചാരിറ്റി പറയുന്നത്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങൾ കാത്തിരുന്ന സ്നേഹം അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ പൂർണ്ണമായിട്ടും കൊടുത്ത ഒരു സ്നേഹം അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദി മൂൺ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ക്ലാരിറ്റി കിട്ടാണ്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. കുറേയൊക്കെ നിങ്ങൾ ശരിയായിരിക്കാം എന്ന് തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ കൂട്ടിവെച്ച് നിങ്ങളുടെ ലൈഫുമായിട്ട് കൂട്ടിവെച്ച് വായിച്ചുകൊണ്ട് പോകുന്ന കുറെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊക്കെ വളരെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കാര്യങ്ങൾ അത് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് യൂണിവേഴ്സ് ഒരു വഴി ഒരുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ 3 ഓഫ് വാണ്ട്സ് അത് സഫലമാകാൻ പോകുന്നു.
പോകുന്നു. നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അഗാധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടും സമ്പത്തിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സമൃദ്ധിയോട് കൂടിയിട്ടുള്ള പുരോഗതിയാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ 2 ഓഫ് കപ്സ്, നിങ്ങൾ പ്രണയത്തിലുള്ള ആൾക്കാരാണെങ്കിലും ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിലും, അല്ല ഇപ്പോൾ പുതിയ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിലും നല്ലൊരു സോൾ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലർക്ക് ഇത് പാസ്റ്റിലുള്ള വ്യക്തി തന്നെ നല്ലൊരു രീതിയിൽ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അത് യൂണിവേഴ്സിന്റെ ആ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് നിങ്ങളിലേക്ക് റിലേഷൻഷിപ്പ് വരുന്നത്. അതായത് നിങ്ങൾ ആ സോൾ കണക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, പരസ്പരം നല്ല സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്നാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. മെജിഷ്യൻ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം അതിനെ വേണ്ടിയിട്ട് മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ എല്ലാ റിസോഴ്സും നിങ്ങളുടെ കയ്യിൽ എത്തുന്നതെന്നാണ് മജിഷ്യൻ കാർഡ് പറയുന്നത്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വേഗത്തിൽ എത്തപ്പെടാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. എല്ലാവരും ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും എനർജി വരുന്നത് കൊണ്ട് ഓരോ കാർഡിനും വ്യത്യസ്ത അർത്ഥങ്ങളും, ഓരോ വ്യക്തികൾക്കും ഓരോ കാര്യങ്ങളായിരിക്കും ഇതിൽ നടക്കാൻ പോകുന്നത്. ഇതിലെല്ലാ കാര്യങ്ങളായിരിക്കില്ല. നിങ്ങൾക്ക് ലൈഫിൽ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്ലൈം ചെയ്യുക. അതായത് നമ്മൾ എപ്പോഴും നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. യൂണിവേഴ്സ് നമുക്ക് നൽകിയ കാര്യങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നതിനും നൽകാൻ പോകുന്നതിനും നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ലൈഫിലേക്ക് നമ്മളൊരു നായയുടെ ഒരു നന്ദിയാണ് നമ്മൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് അതുപോലെ തന്നെ സമൃദ്ധിയായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് തരും. നമുക്ക് കിട്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മൾ നന്ദിപൂർവ്വം യൂണിവേഴ്സിനെ സ്മരിക്കുക. നമ്മൾ നന്ദി പറയുക, ആത്മാർത്ഥമായിട്ട് നമ്മൾ നന്ദി പറയുക. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലൈഫിലേക്ക് വരും. ഉണ്ടായിട്ടുള്ള വേദനകളെയൊക്കെ നമ്മൾ മറന്നേക്കുക. അതൊക്കെ നമുക്ക് ഓരോ പാഠങ്ങളാണ് ജീവിതത്തിൽ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അട്രാക്ട് ചെയ്യുക. നിങ്ങളെ ക്ലൈം ചെയ്ത് നിങ്ങളെ എനർജി പോസിറ്റീവായിട്ട് ആക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താണോ നല്ല കാര്യങ്ങൾ വേണ്ടത്, അതെല്ലാം യൂണിവേഴ്സ് സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.